ദീനിൽ കടത്തിക്കൂട്ടുമ്പോൾ അതിന്റെ സത്യാവസ്ഥയെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കും. വിവരദോഷികൾ, വിഡ്ഢികളായ ആളുകൾ ഖുർആനിന്റെയോ അല്ലെങ്കിൽ ഇൽമി അറിവിന്റെയോ ദീനിയായ അറിവിന്റെയോ ഏതെങ്കിലും ഭാഗങ്ങളെ അവർക്ക് യോജിച്ചുകൊണ്ട് അവർ ദുർവ്യാഖ്യാനങ്ങൾ നടത്തുമ്പോൾ ഇതല്ല ഇതിന്റെ യഥാർത്ഥ ഉദ്ദേശം, ശരിയായ ലക്ഷ്യം ഏതാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന നീതിമാന്മാരായ ആളുകൾ അല്ലാഹു തആല കൊണ്ടുവരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് അറിയിക്കുകയാണ്. അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും. പക്ഷെ അതിന് എന്ത് വേണം? പണ്ഡിതന്മാർ വേണം. ആ പണ്ഡിതന്മാരായി നമ്മളെ മക്കളെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് അതിനേക്കാളും വലിയ സൗഭാഗ്യം വേറെ എന്താണുള്ളത്? പ്രത്യേകിച്ച് ഇന്ന് ദുനിയാവിൽ ചില രക്ഷകർത്താക്കൾക്ക് അവരുടെ മക്കൾ ഭൗതികമായ ഡിഗ്രികൾ നേടുമ്പോൾ അവർക്ക് വലിയ സന്തോഷമുണ്ടാകാറുണ്ട്. അത് വലിയ അഭിമാനമായി അവർ മനസ്സിലാക്കാറുണ്ട്. ഭൗതികമായ ചില ഐഡന്റിറ്റികൾക്ക് വേണ്ടി മാത്രം. എന്നാൽ തൻ്റെ മകൻ ഹാഫിള് ആകുമ്പോൾ, ആലിമാകുമ്പോൾ, ദീനിയായ അറിവുകളിൽ ഉന്നത നിലയിലെത്തുമ്പോൾ നമ്മളെ മാതാപിതാക്കളെ ആദരിക്കുന്നത് തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. സൂര്യനേക്കാൾ വെട്ടിത്തിളങ്ങുന്നതായ കിരീടം അണിയിച്ചുകൊണ്ടാണ് എങ്കിൽ സൂര്യപ്രകാശം എത്രത്തോളം പരന്ന പ്രകാശമാണ് എന്ന് നമുക്കറിയാം. നാളെ മഹ്ശറയിൽ കോടാനുകോടി ജനങ്ങളുടെ മുന്നിൽ ഖുർആനിന്റെ വാഹകരുടെ രക്ഷകർത്താക്കളെ സൂര്യനേക്കാൾ തിളങ്ങുന്നതായ കിരീടമണിയിച്ചുകൊണ്ട് ആദരിക്കുമ്പോൾ അതിനേക്കാളും വലിയ ആദരവും അതിനേക്കാളും വലിയ ഐഡന്റിറ്റിയും ലോകത്ത് വേറെ എവിടെ ഒന്നും കിട്ടാനില്ല. കാരണം കോടാനുകോടി ജനങ്ങളുടെ മുന്നിലാണ് ആദം നബി മുതൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യരുടെ മുന്നിലാണ് അവർ ആദരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള മക്കളുടെ രക്ഷകർത്താക്കൾ എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കണം, ഈ ഖുർആൻ അവർ മനഃപ്പാഠമാക്കുന്നതിനോടൊപ്പം ഖുർആനുമായി ബന്ധപ്പെട്ടതായ അറിവുകളും കൂടിയും അവർ നേടുമ്പോഴാണ് ദീനിന്റെ യഥാർത്ഥ സംരക്ഷകരും പ്രചാരകരുമാകാൻ അവർക്ക് സാധിക്കുന്നത്. അതിനുവേണ്ടി അല്ലാഹു തആല എല്ലാ കാലഘട്ടത്തിലും തെരഞ്ഞെടുക്കുന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ മക്കളെ ഉൾപ്പെടുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളുടെ വലിയ സൗഭാഗ്യത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യൻതസിഉൽ ഇൽമ ഇന്തിസാഅൻ മിൻ സുദൂരിൻ നാസ്. അറിവിനെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് അല്ലാഹു തആല ഒറ്റയടിക്ക് ഊരിയെടുക്കലല്ല. അറിവ് ഈ ലോകത്ത് ഇല്ലായ്മയാകുന്ന ഒരു കാലഘട്ടം വരും. ആ അറിവില്ലാത്ത കാലഘട്ടം എന്ന് പറഞ്ഞാൽ അറിവുള്ളവരുടെ മനസ്സുകളിൽ നിന്ന് അറിവിനെ ഒറ്റയടിക്ക് ഊരിയെടുക്കൽ മുഖേനയല്ല, മറിച്ച് വലാകിൻ യഖ്ബിദുഹു ബിഖബ്ദിൽ ഉലമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, പണ്ഡിതന്മാരുടെ മരണത്തെ കൊണ്ടാണ് ഇൽമിനെ അല്ലാഹു തആല പിടിച്ചുകൊണ്ടേയിരിക്കുക. ഹത്താ ഇദാ ലം യുബ്ഖി ഫിൽ അർളി ആലിമ, ഭൂമിയിൽ ഒരു പണ്ഡിതനെ പോലും ശേഷിക്കാത്ത ഒരു കാലഘട്ടം വരുമ്പോൾ ഇത്തഖദൻ നാസു റൂഹൻ ജുഹാല, ജനങ്ങൾ വിവരദോഷികളെ നേതാക്കന്മാരായി വെക്കും. ഫസുഇലു ഫഅഫ്തു ബിഗൈരി ഇൽമിൻ ഫദല്ലു വഅദല്ലു. അങ്ങനെ ഈ വിവരം കെട്ടവരോട് ജനങ്ങൾ വല്ല ഫത്വയും ചോദിച്ചാൽ അവർ ഒരു ഭയവുമില്ലാതെ അവരുടെ അറിവില്ലായ്മയെ അവർ മറച്ചു വെച്ചുകൊണ്ട് അവർ ഫത്വ നൽകും. ദീനിയായ അറിവ് എന്ന നിലയിൽ തോന്നിപ്പിക്കുന്ന നിലയിൽ പല ദീനിയായ കാര്യങ്ങളെന്ന് തോന്നിപ്പിക്കുന്ന നിലയിൽ പലതും സമൂഹത്തിന് പറഞ്ഞു കൊടുക്കും. യഥാർത്ഥത്തിൽ അവർ അതിലൂടെ സ്വയം വഴികെടുകയും മറ്റുള്ളവരെ വഴികെടുത്തുകയുമാണ് ചെയ്യുന്നത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി. ഇപ്പൊ എല്ലാ കാലഘട്ടത്തിലും അല്ലാഹു തആല ഈ ദീനിനെ സംരക്ഷിക്കാൻ പണ്ഡിതന്മാരെ നിലനിർത്തും. പണ്ഡിതന്മാർ ഇല്ലാത്തൊരു കാലഘട്ടം വരുന്നതിനെ സംബന്ധിച്ചാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പണ്ഡിതന്മാരുണ്ടാകുമ്പോൾ അവർ ഈ ഇൽമിനെ യഥാർത്ഥ നിലയിൽ ഖുർആനിന്റെ അറിവിനെ, ഹദീസിന്റെ അറിവിനെ, ദീനിന്റെ അറിവിനെ യഥാർത്ഥ നിലയിൽ സംരക്ഷിക്കാനുള്ളതായ ബാധ്യസ്ഥത അവർ ഏറ്റെടുത്തുകൊണ്ട്, അതിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവർ അതിനു വേണ്ടിയുള്ളതായ പ്രയത്നങ്ങളും പരിശ്രമങ്ങളും നടത്തും. ബഹുമാനപ്പെട്ടവരെ, സാധാരണ അറിവ് എന്നുള്ളത് പോലെയല്ല ദീനിയായ അറിവ് എന്നുള്ളത്. അതിന്റെ മഹത്വം എത്രയോ വലുതാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ലിൽ ഉലമാഇ ദറജാതുൻ ഫൗഖൽ മുഅ്മിനീന ബി700 ദറജ. മുഅ്മിനീങ്ങളെക്കാളും വിശ്വാസികളെക്കാളും പണ്ഡിതന്മാർക്കുള്ളതായ മഹത്വം അത് 700 ഇരട്ടിയാണ്. മാ ബൈന ദറജതൈനി മസീറത്തു 500 ആമിൻ.
ഓരോ 2 പദവികൾ 700 പദവികളാണ് എന്ന് പറയുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഓരോ 2 പദവികൾക്കിടയിൽ 500 വർഷത്തെ വഴിദൂരമുണ്ട്. അങ്ങനത്തെ 700 ഇരട്ടി പദവി പണ്ഡിതന്മാർക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർ നേടിയ ആ ദീനിയായ അറിവിന്റെ മഹത്വം എത്രത്തോളം ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫദ്ലുൽ ഇൽമി അഹബ്ബു ഇലയ്യ മിൻ ഫദ്ലിൽ ഇബാദ. ഇബാദത്തിന്റെ പേരിൽ കിട്ടുന്ന ഒരു മഹത്വമുണ്ട്, അതിനേക്കാളും എനിക്ക് ഏറ്റവും താല്പര്യം ഇൽമിന്റെ പേരിൽ, അറിവിന്റെ പേരിൽ കിട്ടുന്നതായ മഹത്വമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇമാം സുഹരി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, മാ ഉബിദല്ലാഹു ബിശൈഇൻ അഫ്ളല മിനൽ ഇൽമി. മനുഷ്യർ നടത്തുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് അത് അറിവ് നേടലാണ് എന്ന് ഇമാം സുഹരി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ടവരെ, അറിവ് നേടാൻ വേണ്ടിയിട്ടുള്ളതായ പരിശ്രമത്തിന്റെ വീതിയിൽ നമ്മൾ ചെലവ് ചെയ്യുന്ന എല്ലാത്തിനും വലിയ മഹത്വമാണുള്ളത്. ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ലഅൻ അതഅല്ലമ ബാബൻ മിനൽ ഇൽമി ഫഉഅല്ലിമുഹു മുസ്ലിമൻ അഹബ്ബു ഇലയ്യ മിൻ അൻ തകൂന ലി അദ്ദുനിയ കുല്ലുഹാ ഫീ സബീലില്ലാഹ്. ഇൽമിൽ നിന്നും ഒരു അധ്യായം പഠിക്കൽ, ഹദീസിൽ കാണാൻ സാധിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട്, ഒരു ബാബ് ഇൽമിൽ നിന്നും ഒരാൾ പഠിച്ചാൽ 1000 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ മഹത്വമാണ് എന്ന്. ബഹുമാനപ്പെട്ട ഇമാം ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയാണ്, ഇൽമിൽ നിന്നും ഒരു അധ്യായം പഠിക്കുകയും അതിനെ ഒരു മുസ്ലിമിനെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന്റെ വഴിയിൽ ദുന്യാവിന്റെ എന്തെല്ലാം സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും എനിക്ക് കിട്ടുന്നുണ്ടോ അതിനേക്കാളൊക്കെ എനിക്ക് ഏറ്റവും പ്രിയങ്കരം, എനിക്ക് ഏറ്റവും ഇഷ്ടം ഇൽമിൽ നിന്നും ഒരു അധ്യായം പഠിക്കലാണ് എന്ന് ഇൽമിന്റെ അറിവിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നു. ബഹുമാനപ്പെട്ടവരെ, അപ്പൊ അറിവ്, ഈ ദീനിയായ അറിവിന് വേണ്ടി നമ്മളുടെ മക്കൾ ചിലവ് ചെയ്യുന്നതായ വർഷങ്ങൾ, അവർ അതിനു വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. പക്ഷെ അവർ നേടുന്ന ഒരറിവാണെങ്കിലും ഒരു വാക്കാണെങ്കിലും അതിന്റെ വില അത് നമുക്ക് നിർണയിക്കാൻ പോലും സാധ്യമാകാത്തതാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷഅബി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഒരാള് അങ്ങ് ഷാമിന്റെ അറ്റത്തിൽ നിന്ന് ഫലസ്തീന്റെയോ സിറിയയുടെയോ ജോർദാനിന്റെയോ ഏതെങ്കിലും മൂലയിൽ നിന്ന് സഞ്ചരിച്ച് അവസാനം യമനിന്റെ ഏതെങ്കിലും ഒരറ്റത്തേക്ക് പോകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്? ഫഹഫിള കലിമതൻ, വലിയ ഒരു കിതാബ് മൊത്തം പഠിക്കാനല്ല, വെറും ഒരു വാക്ക് മാത്രം മനപ്പാഠമാക്കാൻ വേണ്ടി ഇത്ര ദീർഘമായ യാത്ര ചെയ്തു വരുന്നതായ ഒരു മുഅ്മിൻ എങ്ങനെയുള്ള വാക്കാണ്? തൻഫഉഹു ഫീമാ യസ്തഖ്ബിലു മിൻ ഉംരിഹി, അവന്റെ വരും ആയുസ്സിൽ അത് അവൻക്ക് ഉപകാരപ്പെടുമെന്നറിയാം. അങ്ങനത്തെ ഒരു വാക്ക് പഠിക്കാൻ വേണ്ടി ദീർഘമായ ദൂരയാത്രകൾ ചെയ്തു വരുന്നതായ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇമാം ഷഅബി റഹിമഹുല്ലാഹ് പറയുന്നു, റഅയ്തു അന്ന സഫറഹു ലം യദ്, ഞാൻ മനസ്സിലാക്കുന്ന അവന്റെ യാത്ര പാഴായതല്ല, അത് അവർക്ക് ഉപകാരപ്പെടുന്നതാണ്. ഒരു കിതാബ് മൊത്തമല്ല, ഒരു വാക്ക് പഠിക്കാൻ വേണ്ടി ദീർഘമായ യാത്ര ചെയ്തവർ. മുൻഗാമികളായ മഹത്തുക്കൾ ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി മക്കയിൽ നിന്ന് ഷാമിലേക്ക് പോയ ധാരാളം ചരിത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ടവരെ, നമ്മളെ മക്കളെ ദീനിയായ അറിവ് പഠിക്കാൻ വേണ്ടി മദ്രസകളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അവരുടെ സുഖ സൗകര്യങ്ങളുടെ കുറവുകളുടെ വിഷയത്തിൽ ചിലപ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ദീനിയായ അറിവ് അത് വളരെ മൂല്യമുള്ളതാണ്. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറയുന്നത് പോലെ, മൂല്യമുള്ളതായ വസ്തുവിനെ നേടിയെടുക്കാനുള്ള വഴിയും ദുർഘടകരമായിരിക്കും, അതിനെ നേടിയെടുക്കലും പ്രയാസകരമായിരിക്കും. അതിനെ നേടിയെടുക്കാൻ വേണ്ടി ശാരീരിക ക്ഷീണം അനുഭവിക്കേണ്ടി വരും, രാത്രി ചിലപ്പോൾ ഉറക്കങ്ങൾ ഒഴിക്കേണ്ടി വരും. പക്ഷെ അത് നേടിയെടുത്താൽ പിന്നീടുള്ളതായ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പാരത്രിക ജീവിതം അത് അവർക്ക് സന്തോഷകരമാക്കാനും ആനന്ദിക്കാനും കാരണമാകും. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിലെ അവസാന ഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചവരാണ്. ഖൈബർ യുദ്ധത്തിന് ശേഷം
വെറും 4 വർഷത്തിനടുത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോടൊപ്പം സഹവസിക്കാൻ അവസരം കിട്ടിയത്. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട നിമിഷമാണ് എൻ്റെ റസൂലിനോടൊപ്പം ഉള്ളത്. നബിയിൽ നിന്നും എനിക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട് എന്ന് മനസ്സിലാക്കിയ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ദുനിയാവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നും യാത്ര ചെയ്യാതെ പൂർണ്ണമായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോടൊപ്പം സമയം ചെലവ് ചെയ്തു. ആ സന്ദർഭത്തിൽ അവരുടെ വിശപ്പകറ്റാനുള്ള ഭക്ഷണം പോലും കിട്ടാതെയായി മാറി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, ലഖദ് റഅയ്തുനി ഉസ്റഉ ബൈന മിൻബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വബൈന ഹുജ്റതി ആയിഷ റളിയല്ലാഹു തആല അൻഹ. ഞാൻ എൻ്റെ ഒരു കാലം അങ്ങനെ ആലോചിക്കുകയാണ്. അബൂ ഹുറൈറ പറയാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖുതുബ നടത്തിയിരുന്ന മിമ്പറിന്റെയും ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ റൂമിന്റെയും ഇടയിലായിട്ട് ഞാൻ ചില സന്ദർഭത്തിൽ തല കറങ്ങി വീഴും. ജനങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് ഭ്രാന്താണ് എന്ന്. ഫയഖൂലു നാസു ഇന്നഹു മജ്നൂൻ, ജനങ്ങൾ പറയും അവർക്ക് ഭ്രാന്താണ്. അബൂ ഹുറൈറ പറയാണ്, വല്ലാഹി വമാ ബി ജുനൂനുൻ, എനിക്കൊരു ഭ്രാന്തുമില്ല. എന്നിലുള്ളത് മാ ബി ഇല്ലൽ ജൂ, ശക്തമായ വിശപ്പ് മാത്രമാണ്. വിശപ്പകറ്റാനുള്ള ആഹാരം തേടിപ്പോകാൻ പോലും തന്റെ സമയത്തെ മാറ്റാതെ പൂർണ്ണമായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ വചനങ്ങളെ ശ്രവിക്കാൻ വേണ്ടി, നബിയുടെ പ്രവർത്തനങ്ങളെ വീക്ഷിക്കാൻ വേണ്ടി, അതിനെയെല്ലാം മനഃപ്പാഠമാക്കി വരും തലമുറകൾക്ക് നബിയുടെ സുന്നത്തിനെ എത്തിച്ചു കൊടുക്കണമെന്നുള്ള അതിയായ താല്പര്യത്താൽ തന്റെ എല്ലാ ഭൗതികമായ ആഗ്രഹങ്ങളും മാറ്റിവെച്ച് വിശന്ന് ബോധം കെട്ടി വീഴുന്ന അവസ്ഥയിലായിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോടൊപ്പം തന്നെ തന്റെ സമയം മുഴുവനും ചെലവ് ചെയ്തവരായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആ ഒരു അബൂ ഹുറൈറയെ കൊണ്ടാണ് റളിയല്ലാഹു അൻഹു കൊണ്ടാണല്ലോ നമുക്കറിയാം എത്രയോ ഹദീസുകളാണ് നമ്മളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. താലീമിന്റെ കിതാബുകൾ നമ്മൾ വീടുകളിൽ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല അബൂ ഹുറൈറ സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അബൂ ഹുറൈറ പറയാണ്, നബി പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ എത്ര സംഭവങ്ങൾ, അതൊക്കെ അവരുടെ ത്യാഗത്തിൻ്റെയും ദീനിന്റെ അറിവ് നേടാൻ വേണ്ടി അവർ അർപ്പിച്ചതായ അർപ്പണത്തിൻ്റെയും ഫലങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. ബഹുമാനപ്പെട്ട ഇമാം അബൂ അഹ്മദ് സമർഖന്ദി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, لا ينال هذا العلم إلا من عتل دكانه وخرب بستانه وهجر إخوانه ومات أقرب أهله إليه فلم يشهد جنازه. നമ്മൾ മനസ്സിലാക്കണം, ഈ അറിവ് ദീനിന്റെ അറിവ്, ഖുർആനിന്റെ അറിവ്, ഹദീസിന്റെ അറിവ്, ഇതൊരു മനുഷ്യന് ലഭിക്കുകയില്ല. ഇല്ലാ മൻ അത്തല ദുകാനഹു, കട നടത്തണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷെ കടയെല്ലാം പൂട്ടിയിടേണ്ടി വരും. വഖറബ ബുസ്താനഹു, തന്റെ തോട്ടങ്ങൾ നനച്ച് അതിങ്ങനെ പച്ചയാൽ കിളിർത്ത് നിൽക്കുന്നത് കാണാൻ താല്പര്യമുണ്ട്, പക്ഷെ തോട്ടം ഒന്നും നോക്കാൻ പറ്റാത്ത അവസ്ഥയാകേണ്ടി വരും. വഹജറ ഇഖ്വാനഹു, തനിക്ക് ധാരാളം കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്, കൂട്ടുകാരന്മാരുമായിട്ടുള്ള ആ സുഹൃത്തു വലയങ്ങളൊക്കെ താൽക്കാലികമായി ഒഴിവാക്കേണ്ടി വരും. വമാത അഖ്റബു അഹ്ലിഹി ഇലൈഹി, തന്റെ ഏറ്റവും അടുത്ത കുടുംബക്കാർ മരണപ്പെട്ടിട്ടുണ്ടാവും. ഫലം യശ്ഹദ് ജിനാസതഹു, അവരുടെ മയ്യത്തിന്റെ കർമ്മങ്ങളിലൊന്നും പങ്കെടുക്കാൻ പോലും സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ പൂർണ്ണമായിട്ടും അർപ്പിച്ചവർക്ക് മാത്രമാണ് ഈ ദീനിന്റെ അറിവ് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇമാം അബൂ അഹ്മദ് സമർഖന്ദി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ്, ഷുജാ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അബൂ യൂസുഫ് റഹിമഹുല്ലാഹ് പറയായിരുന്നു, എൻ്റെ ഒരു മോന്, ഞാൻ ഇൽമു പഠിക്കുന്ന കാലഘട്ടത്തിലാണ് എൻ്റെ മോൻ മരണപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിവാഹിതനായതിനു ശേഷവും തൻ്റെ ഏറ്റവും അടുത്ത ഗുരുവാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലയുടെ മദ്ഹബ് പോകുന്ന രണ്ട് വളരെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരുണ്ട്. ഒന്ന് അബൂ യൂസുഫും അതുപോലെ ഇമാം മുഹമ്മദ് റഹിമഹുല്ലാഹ്. ഈ അബൂ യൂസുഫ് റഹിമഹുല്ലാഹ് പറയാണ്, എൻ്റെ മകൻ മരണപ്പെടുകയാണ്. ഞാൻ ആ സന്ദർഭത്തിൽ അബൂ ഹനീഫ റഹിമഹുല്ലയുടെ സദസ്സിലാണ് ഉണ്ടായിരുന്നത്. ഫലം അഹ്ദുർ തജ്ഹീസഹു വലാ ദഫ്നഹു, എൻ്റെ മകന്റെ മയ്യത്ത് കർമ്മത്തിലോ അവനെ മറമാടുന്ന സന്ദർഭത്തിലോ എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. വതറക്തുഹു അലാ ജീറാനി,
എൻ്റെ മകൻ്റെ മരണപ്പെട്ട എൻ്റെ മകൻ്റെ മയ്യത്തിൻ്റെ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ എൻ്റെ അയൽവാസികൾക്ക് ഞാൻ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയുണ്ടായി. അതേപോലെ എൻ്റെ കുടുംബക്കാർക്കും ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയുണ്ടായി. എനിക്കുള്ള ഭയം എന്തായിരുന്നു? മഖാഫത അയ്യഫൂതനി മിൻ അബി ഹനീഫത ശൈഉൻ ലം ലാ തദ്ഹബ് ഹസതുഹു മിന്നി. അബൂ ഹനീഫ റഹിമഹുള്ളയുടെ സദസ്സിലിരിക്കുന്ന ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു തരുന്ന ആ അറിവെങ്ങാനും എനിക്ക് നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ പേരിലുണ്ടാകുന്ന ഖേദം, അതിൻ്റെ പേരിലുണ്ടാകുന്ന ആ ദുഃഖം ഒരിക്കലും എന്നിൽ നിന്നും മാറിപ്പോകൂല. അതുകൊണ്ട് എൻ്റെ മകൻ മരണപ്പെട്ടതാൽ അതിനേക്കാളും ഞാൻ പരിഗണന കൊടുക്കുന്നത് ഇമാം അബൂ ഹനീഫ റഹിമഹുള്ളയുടെ വായയിൽ നിന്നും വരുന്നതായ അറിവിനെയാണ്. അതിനെ നേടിയെടുക്കേണ്ടതായ സദസ്സിനെ ഉപയോഗപ്പെടുത്തലാണ് ഞാൻ ഏറ്റവും മുൻഗണനയായിട്ട് കണ്ടിട്ടുള്ളത് എന്ന് പിന്നീട് ഏറ്റവും അറിയപ്പെട്ട അബൂ ഹനീഫ റഹിമഹുള്ളയുടെ ഹനഫി മദ്ഹബിൽ ഏറ്റവും അറിയപ്പെട്ട ആസ്പദിക്കപ്പെടുന്ന ഇമാമായ ഇമാം അബൂ യൂസുഫ് റഹിമഹുള്ള പറയാണ്. ബഹുമാനപ്പെട്ടവരെ, അവരൊക്കെ ഈ ഉന്നതിയിലേക്ക് എത്തിയത് അവരുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അർപ്പിച്ചതിന്റെ പേരിലാണ്. നമ്മളൊക്കെ ആലോചിച്ച് നോക്കൂ, നമ്മളെങ്ങാനും ഇതുപോലുള്ള അവസ്ഥയിൽ നമ്മളെ മക്കളെ നമ്മുടെ കുടുംബ വീട്ടുകളിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ, കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ടതിന്റെ പേരിൽ അവർ പറയുന്നത്, ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് അനുവാദം തരാത്ത മദ്രസയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു വരുത്തുന്നത്, നമ്മൾ അവർക്കെതിരെ നമ്മൾ ശബ്ദിക്കുന്നതും ചിന്തിക്കുന്നതൊക്കെ എത്രത്തോളമായിരിക്കും. യഥാർത്ഥത്തിൽ ഇൽമിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടാണ് തൻ്റെ അറിവിൻ്റെ നേടാനുള്ള ഈ അവസരത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട സമയത്തെ ഞാൻ മാറ്റിവെച്ചാൽ അതെനിക്ക് വലിയ നഷ്ടവും ഖേദത്തിനും കാരണമാകും. എൻ്റെ മകൻ്റെ മയ്യത്തിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കാൻ എൻ്റെ കുടുംബക്കാരും അയൽവാസികളുണ്ടല്ലോ എന്ന നിലയിൽ ഇൽമ് പഠിക്കുന്നതിന്, അതിനുവേണ്ടി തൻ്റെ ഉസ്താദിൻ്റെ സദസ്സിനെ ഉപയോഗപ്പെടുത്തുന്നതിന് ഇമാം അബൂ യൂസുഫ് റഹിമഹുള്ള മുൻഗണന കൊടുത്തത്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ഈ ദീൻ പഠിക്കാൻ ചിലപ്പോൾ നമുക്ക് നമ്മളുടേതായ പലതും സമർപ്പിക്കേണ്ടി വരും. മുൻഗാമികൾ അങ്ങനെയാണ്. ഇമാം മാലിക് റഹിമഹുല്ല, മാലിക് മദ്ഹബിന്റെ അറിയപ്പെട്ട ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നുൽ ഖാസിം റഹിമഹുല്ല പറയുന്നുണ്ട്, അദ്ദേഹം വെറുതെ ഇങ്ങോട്ടൊരു ഇമാമായതല്ല. ഈ ഹദീസ് പഠിക്കാൻ, ഖുർആൻ പഠിക്കാൻ, അതിന്റെ വിവരണങ്ങൾ പഠിക്കാൻ എന്തെല്ലാം തൻ്റെ കയ്യിലുണ്ടോ അത് പഠിക്കാനുള്ള യാത്രക്ക് വേണ്ടിയിട്ട് തൻ്റെ കയ്യിലുള്ളത് എല്ലാം അദ്ദേഹം വിറ്റ് ചെലവാക്കിയിട്ടുണ്ട്. എത്രത്തോളം? അദ്ദേഹം പറയാണ്, ഇബ്നുൽ ഖാസിം റഹിമഹുല്ല പറയാണ്, ഇമാം മാലിക് റഹിമഹുല്ല തൻ്റെ വീട്ടിൻ്റെ മച്ചുഭാഗം, മുകൾ ഭാഗം, അതിലെ കൈക്കോലുകൾ, അതിലെ മരങ്ങൾ എല്ലാം വിറ്റിട്ട് അത് കിട്ടിയ കാശ് കൊണ്ടാണ് ചിലപ്പോൾ ഒരു ഹദീസ് ഇന്ന് ഇമാമിന്റെ കയ്യിൽ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയുമ്പോൾ മദീനയിൽ നിന്ന് അദ്ദേഹം ഷാമിലേക്ക് പോയത്, അല്ലെങ്കിൽ മക്കയിലേക്ക് പോയത്, പല ഇടങ്ങളിലേക്ക് അറിവ് നേടാൻ വേണ്ടിയിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി തൻ്റെ കയ്യിൽ സമ്പത്തില്ലാതെയാകുമ്പോൾ വീട്ടിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്നതായ സമ്പത്തിനെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം യാത്ര പുറപ്പെടുകയും ഇൽമ നേടുകയും അവസാനം ലോകത്ത് അറിയപ്പെട്ടതായ പണ്ഡിതന്മാരായി മാറുകയും ചെയ്തത്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ഒന്നുമില്ലെങ്കിലും ഇൽമ പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ഈ ഇൽമിനെ, അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് നമുക്ക് ആഗ്രഹവും താല്പര്യവുമുണ്ടോ? ഒന്നുമില്ല എങ്കിലും നമുക്ക് സാധിക്കും. നമ്മുടെ ഇമാം ഷാഫിഈ റഹിമഹുള്ളയെ പോലെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ യതീമായി വളർന്നവരാണ് എൻ്റെ ഉമ്മയുടെ മടിത്തട്ടിൽ. എൻ്റെ ഉമ്മ എഴുത്തും വായനയും പഠിപ്പിക്കാൻ വേണ്ടി എന്നെ ചില ആളുകളിലേക്ക് ഏൽപ്പിച്ചു. എൻ്റെ ഉമ്മാന്റെ കയ്യിൽ എനിക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ളതായ പേപ്പറുകളോ അല്ലെങ്കിൽ തോലിന്റെ കഷ്ണങ്ങളോ എല്ലിന്റെ കഷ്ണങ്ങളോ ഒന്നും തന്നെ തരാനില്ലായിരുന്നു. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഞാൻ എൻ്റെ അധ്യാപകരുടെ അരികിലേക്ക് ചെല്ലും, അവർ പറഞ്ഞു തരുന്നതായ ഹദീസുകൾ കേൾക്കും, മനപ്പാടമാക്കും. എഴുതി വെക്കാൻ ഒരു വസ്തുക്കളും ഇല്ലാത്തതിൻ്റെ പേരിൽ അവരെന്ത് ചെയ്യും? ഇരുന്ന് മനപ്പാടമാക്കുമായിരുന്നു. ഞാൻ പേപ്പർ മേടിക്കാനുള്ളതായ ഒരു പൈസ പോലും എൻ്റെ ഉമ്മയുടെ കയ്യിലില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ നടക്കും. എവിടെയെങ്കിലും നല്ല ശുദ്ധമായ ഒരു എല്ല്, അത് തെളിഞ്ഞു നിൽക്കുന്നതായിട്ട്, മൺകലർപ്പുകളൊന്നും ഇല്ലാത്ത തെളിഞ്ഞു നിൽക്കുന്ന നിലയിൽ ഒരു എല്ല് കണ്ടാൽ ഞാൻ അതെടുക്കും, ആ എല്ലിൽ എഴുതി വെക്കും. എന്നിട്ട് എൻ്റെ വീട്ടിലൊരു തോൽപാത്രം ഉണ്ടായിരുന്നു, ഉപയോഗശൂന്യമായത്. അതിലേക്ക് എഴുതി വെച്ച അറിവിൻ്റെ ശേഖരങ്ങളായ ഈ എല്ലിൻ കഷ്ണങ്ങളെ ഞാൻ എടുത്തു വെച്ച് സൂക്ഷിക്കുമായിരുന്നു എന്ന് ഇമാം ഷാഫി റഹിമഹുള്ള പറയാണ്.
അതുപോലെ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, പിന്നീട് ഒരു കാലഘട്ടം വന്ന സന്ദർഭത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എഴുതാൻ ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ എൻ്റെ ഉമ്മയുടെ അരികിൽ ചെന്നിട്ട് ഞാൻ പറയും, ഉമ്മ, എൻ്റെ കൂട്ടത്തിലുള്ളവരൊക്കെ എഴുതി വെക്കുന്നുണ്ട് അവരുടെ അറിവുകളൊക്കെ, എനിക്ക് എഴുതി വെക്കാൻ ഒന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് എൻ്റെ ഉമ്മ പറയും, ലാ അലൈക യാ ബുനയ്യ, മോനെ ടെൻഷൻ അടിക്കണ്ട, അള്ളാഹു വഴി തരുമെന്ന്. എന്നിട്ട് ഈ ഉമ്മ ഇറങ്ങി പുറപ്പെടും. രാജാവിൻ്റെ കൊട്ടാരത്തിലെ എഴുത്തുകാർ ചില കാര്യങ്ങൾ എഴുതി വെച്ച് അവർ ഒഴിവാക്കിയതായ പേപ്പറുകൾ ചില കുപ്പത്തൊട്ടിയിലിടും. അത് പോയിട്ട് ഉമ്മ ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് ഇമാം ഷാഫി റഹിമഹുള്ളാഹിന്റെ കയ്യിൽ കൊടുക്കും. അതിൻ്റെ മറുഭാഗത്ത് എഴുതാൻ വേണ്ടി പറയും. ഇങ്ങനെ ദാരിദ്ര്യത്തിൽ അവർ പഠിച്ചപ്പോൾ ഖുർആനിനെയും ഹദീസിനെയും അവർ ദീനിന്റെ അറിവിനെയും അവർ ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അതിൻ്റെ സംരക്ഷകരാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർ പ്രയത്നം നടത്തിയപ്പോൾ ഇമാം ഷാഫി ആരായും മാറി. ഹദീസിന്റെ വിഷയത്തിൽ, ചരിത്ര വിഷയത്തിൽ, ഉസൂലുകളുടെ വിഷയത്തിൽ, ഖുർആനിന്റെ വിഷയത്തിൽ അറിവുകളുടെ ഒരു അവലംബമായി ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹിമഹുല്ലാഹ് മാറുകയുണ്ടായി. അതിന്റെ പിന്നിൽ ഉമ്മയുടെ ഈ തേട്ടവും ഉമ്മയുടെ ഒരു പരിശ്രമവും ഉണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ചെറുപ്പത്തിൽ പാപ്പ മരണപ്പെട്ടവരായിരുന്നു. പക്ഷെ മകൻ വലിയ ഉന്നതിയിൽ എത്തണം എന്ന് ഇമാം ഷാഫി റഹിമഹുള്ളയുടെ ഉമ്മ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ഗസയിലാണ് ഇമാം ഷാഫിയുടെ ജനനം. ഗസയിൽ നിന്ന് മക്കയിലേക്ക് യാത്ര പുറപ്പെട്ടു. ഒരു 3 വയസ്സുള്ളപ്പോൾ ആ സന്ദർഭത്തിൽ തന്നെ അവിടെയുള്ള പണ്ഡിതന്മാരുടെ കയ്യിലേക്ക് മകനെ ഏൽപ്പിച്ചെടുക്കാൻ, യാത്രയുടെ വഴിയിലൊക്കെ മകനെ ഇൽമ് പഠിപ്പിക്കാൻ ആദ്യം ഖുർആൻ വായിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. അതേപോലെ തജ്വീദ് പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ 7 വയസ്സാകുമ്പോഴേക്കും ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ഹാഫിളായി. പിന്നീട് ഓരോ പണ്ഡിതന്മാരെ തേടി നടക്കുകയാണ്. അങ്ങനെയാണ് മദീനയിലുള്ള ബഹുമാനപ്പെട്ട ഇമാം മാലിക് റഹിമഹുള്ളയെ കുറിച്ച് കേൾക്കുന്നതും ഇമാം മാലിക് റഹിമഹുള്ളയുടെ ശിഷ്യന്മാരുടെ അരികിലേക്ക് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹിമഹുള്ളയെ ഏൽപ്പിച്ചു കൊടുക്കുന്നതൊക്കെ. ബഹുമാനപ്പെട്ടവരെ, അങ്ങനെ ഇമാം ഷാഫി റഹിമഹുല്ല വലിയ ത്യാഗത്തിലൂടെ അദ്ദേഹത്തിന് 15 വയസ്സായപ്പോൾ തന്നെ ഇമാം മാലിക് റഹിമഹുല്ല ഇദ്ദേഹത്തിന് ഫത്വ കൊടുക്കാനുള്ളതായ അനുവാദം കൊടുക്കുന്നുണ്ട്. ഇമാം ഷാഫി റഹിമഹുല്ലയ്ക്ക് 15 വയസ്സായപ്പോഴേക്കും അദ്ദേഹം അതിനുള്ളതായ പ്രാപ്തനായി മാറി. അതിൻ്റെ പിന്നിൽ ഈ ഉമ്മയുടെ കൂടെയുള്ള യാത്രയും ഉമ്മയുടെ പ്രേരണയും ഉമ്മയുടെ ദുആയും ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഇൽമ് ധാരാളം ത്യാഗം ചെയ്യുമ്പോഴാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. അതിനാഗ്രഹം വേണം. ഇപ്പോൾ ഇൽമു പഠിക്കുന്ന മക്കൾക്കും ആഗ്രഹം വേണം. അതിനപ്പുറം മാതാപിതാക്കളുടെ ദുആയും പ്രേരണയും വേണം. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയായിരുന്നു, ഞാൻ ഇന്ന അറിവ് ഇന്നാലത്തുണ്ട്, അവിടേക്ക് പോകണം എന്നുള്ള ആഗ്രഹത്താൽ ഇങ്ങനെ കിടക്കും. പക്ഷെ ഉറക്കം വരൂല. കടന്നു കഴിഞ്ഞാൽ നല്ല ശക്തമായ ഇരുളുള്ളതായ രാത്രിയിൽ പോലും ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ട് പുറപ്പെടാൻ നിൽക്കും. അപ്പം എൻ്റെ ഉമ്മ പറയും, മോനെ ഇപ്പം പുറപ്പെടല്ലേ, മുഅദ്ദിൻ സുബഹിക്ക് ബാങ്ക് കൊടുത്തിട്ട് പോയാൽ മതി എന്ന് പറയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരറിവ് ഇന്ന ഇടത്തുണ്ടെന്ന് പറയുമ്പോൾ അത് നേടാതെ ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞ് കിടക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഈ അറിവിനോട് എത്രത്തോളം താല്പര്യമുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു മുസയ്യിബ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇൻ കുന്തു ലഉഗയ്യിബുൽ അയ്യാമ വല്ലയാലിയ ഫീ തലബിൽ ഹദീസിൽ വാഹിദ്. ചിലപ്പോൾ ഞാൻ പകലുകളെന്നില്ലാതെ രാത്രികളെന്നില്ലാതെ യാത്ര ചെയ്യും, ദീർഘമായ ദിവസങ്ങൾ. എന്തിനു വേണ്ടി? ഒരു ഹദീസിനെ മാത്രം മനപ്പാടാക്കാൻ വേണ്ടിയിട്ട്, ഒറ്റൊരു ഹദീസ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ഹദീസിനെ തേടിക്കൊണ്ട് ദീർഘമായ യാത്രകൾ ഈ മഹാന്മാർ ചെയ്തതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് പരിശുദ്ധമായ ഹദീസുകൾ ഇന്നും ക്രോഡീകരിക്കപ്പെട്ട നിലയിൽ അത് നമുക്ക് വായിക്കാനും പഠിക്കാനും ചർച്ച ചെയ്യാനൊക്കെ സാധ്യമാകുന്നത്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ഈ ദീനിൻ്റെ സംരക്ഷകരാകുക, അതിൻ്റെ പ്രചാരകരാകുക എന്നുള്ളത് അതിനേക്കാൾ വലിയ ഭാഗ്യം വേറെ ഒന്നുമില്ല. അതിനു വേണ്ടി നമ്മളിലൂടെ നമ്മുടെ മക്കളെ അല്ലാഹു തആല തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഖുർആനിന്റെ വെറും ആയാത്തുകളെ മനപ്പാഠമാക്കുന്നതിലൂടെ മാത്രമല്ല നമ്മൾ ഖുർആനിന്റെ സംരക്ഷകരാകുന്നത്, മറിച്ച് അതിൻ്റെ അർത്ഥതലങ്ങളെയും അതിൻ്റെ ആശയങ്ങളെയും അതിൻ്റെ വിവരണമായ ഹദീസുകളെയും ഇവ രണ്ടും മനസ്സിലാക്കാൻ അനിവാര്യമായ അനുബന്ധമായ
അറിവുകളെയും നമ്മൾ പഠിക്കുമ്പോഴാണ്, നമ്മളെ മക്കളെ കൊണ്ട് പഠിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ മക്കൾ ഇൽമിന്റെ, ദീനിന്റെ പ്രബോധകരും പ്രചാരകരും അതിന്റെ സംരക്ഷകരും വാഹകരുമാകുന്നത്. അതിനുവേണ്ടി മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് നമുക്ക് കൂടുതൽ ആഗ്രഹവും നമുക്ക് കൂടുതൽ അതിന്റെ പിന്നിലുള്ളതായ താല്പര്യവും അതിനു വേണ്ടിയിട്ടുള്ളതായ ദുആയും വേണം. ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി ഹദീസിന്റെ വിഷയത്തിൽ അമീറുൽ മുഅ്മിനീൻ എന്ന് അറിയപ്പെടുന്ന മഹാനാണ്. അദ്ദേഹം പറയാണ്, എനിക്ക് ഇൽമു പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. എൻ്റെ ഉമ്മാക്കും വലിയ ആഗ്രഹമാണ് എന്നെ ഇൽമു പഠിപ്പിക്കാൻ. ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്യും, യാ റബ്ബി ലാ ബുദ്ദ ലി മിൻ മഈഷ, എനിക്ക് ജീവിക്കാൻ ആവശ്യമായ വല്ലതും സംവിധാനിച്ചു തരണം. ഞാൻ ഇൽമ് ഈ കാലഘട്ടത്തിൽ പാഴായി പോകുന്നു, അതിന് അവഗണിക്കപ്പെടുന്നു എന്ന് എനിക്ക് തോന്നാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഇൽമിനെ അതിൻ്റെ ഉന്നതിയിലേക്ക് എത്തിക്കാനും അതിൻ്റെ യഥാർത്ഥ നിലയിൽ തനതായ നിലയിൽ അതിനെ സംരക്ഷിക്കാനും എനിക്ക് താല്പര്യമുണ്ട്. അതിന് നീ എനിക്ക് വഴിയൊരുക്കണേ. പക്ഷേ എൻ്റെ കയ്യിൽ അതിനുള്ളതായ ചിലവിനുള്ളതായ സാമ്പത്തികമായ ശേഷിയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ റബ്ബിനോട് ദുആ ചെയ്യുമായിരുന്നു. സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആയുടെ ഫലമായി എൻ്റെ ഉമ്മയെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ ഉമ്മ തന്നെ എന്നോട് പറയാണ്, യാ ബുനയ്യ ഉത്ലുബുൽ ഇൽമ വഅന അക്ഫീക ബിമഗ്സിലി, എൻ്റെ പൊന്നാര മോനെ, നീ അറിവ് തേടുന്ന വഴിയിൽ തുടർന്നുകൊണ്ടേയിരുന്നു. നിനക്ക് ഇതിൽ ആവശ്യമായ എന്തെല്ലാം ചെലവുകളുണ്ടോ, ഞാൻ നൂല് നെയ്യുന്ന ആളാണ്. ആ നൂല് നെയ്ത് കൊണ്ട് കിട്ടുന്ന വരുമാനത്തെ നിന്റെ അറിവിന്റെ വഴിയിൽ ഞാൻ അതിനെ ഉപയോഗിക്കാം. അതുകൊണ്ട് നീ പഠനത്തിലായിട്ട് തുടർന്നുകൊണ്ടിരുന്നോ എന്ന് ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറയുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഉമ്മ പറഞ്ഞു, മോനെ, നീ 10 ഹർഫുകൾ മനഃപ്പാഠമാക്കിയാൽ നീ ശരിക്കും ആലോചിക്കണം, ഈ അറിവുകൾ നിന്റെ ജീവിതത്തിൽ വല്ല വർധനവും നൽകിയിട്ടുണ്ടോ, നിന്റെ സ്വപ്നങ്ങൾക്ക് വല്ല വർധനവും നൽകിയിട്ടുണ്ടോ, നിനക്ക് ഈ ദീനിന്റെ പേരിൽ, ദീനിയായ അറിവിന്റെ പേരിൽ വലിയ വഖാർ, ഗാംഭീര്യത അത് നിനക്ക് ഈ അറിവിലൂടെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നീ നോക്കണം. നിനക്ക് അങ്ങനെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നീ മനസ്സിലാക്കുക, നിന്റെ അറിവ് നിനക്ക് ഉപകരിച്ചിട്ടുണ്ട് എന്ന്. ഇനി നിന്റെ സ്വപ്നങ്ങളിൽ വർധനവുണ്ടാക്കാനോ നിന്റെ ചിന്തകളിൽ വർധനവുണ്ടാക്കാനോ അല്ലെങ്കിൽ നിന്റെ ദീനിന്റെ പേരുള്ളതായ ഗാംഭീര്യത വർദ്ധിക്കാനോ നിന്റെ അറിവിലൂടെ നിനക്ക് സാധ്യമായിട്ടില്ല എങ്കിൽ നീ മനസ്സിലാക്കണം, നിനക്ക് ഉപകരിക്കാത്ത അറിവാണ് നീ നേടിക്കൊണ്ടിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് ഉപകരിക്കുന്ന അറിവിനെ തേടണേ എന്ന് ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റഹിമഹുല്ലാഹയുടെ ഉമ്മ അവരെ ഉപദേശിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവരെ, നമ്മളുടെ പ്രേരണ കൂടി നമ്മളുടെ മക്കളോടുണ്ടാകുമ്പോഴാണ് നമ്മളെ മക്കൾ ദീനിന്റെ വഴിയിലേക്ക് ആയിത്തീരുന്നത്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റഹിമഹുല്ലാഹ്, അദ്ദേഹം വലിയ ഗായകനായിരുന്നു. ചെറുപ്പത്തിൽ നല്ല പാട്ട് പാടാൻ ആഗ്രഹിക്കുന്ന ആളായിരുന്നു. അതിനുവേണ്ടിയുള്ളതായ സദസ്സുകളൊക്കെ ഉപയോഗപ്പെടുത്തുമായിരുന്നു. പക്ഷെ തൻ്റെ മകൻ തിരഞ്ഞെടുത്ത ഈ വഴി അത് അപകടത്തിന്റെ വഴിയാണ്, രക്ഷയുടെ വഴിയല്ല എന്ന് അവരുടെ ഉമ്മ മനസ്സിലാക്കിയാണ്. ഉമ്മ അവരോട് പറഞ്ഞു, മോനെ, ഗായകരൊക്കെ ആകുമ്പോൾ കുറച്ച് കാണാൻ മൊഞ്ചുള്ളവരൊക്കെ ആകണം, എന്നാലേ ഈ വഴിയിൽ വളരാൻ പറ്റുള്ളൂ. ഉമ്മ ഒരു തന്ത്രത്തിലൂടെ മകനെ ആ വഴിയിൽ നിന്ന് തിരിക്കുകയാണ്. മകനോട് പറയാണ്, ഗായകരൊക്കെ ആകുമ്പോൾ കുറച്ച് കാണാനൊക്കെ മൊഞ്ചുണ്ടാകണം സ്റ്റേജിലേക്ക് കയറി നിൽക്കുമ്പോൾ, എന്നാൽ ആളുകൾ നിന്റെ പാട്ടിലേക്ക് ശ്രദ്ധിക്കുകയുള്ളൂ. അവിടെ നിനക്ക് അത്ര കാണാനൊന്നും ഭംഗിയില്ല. അവിടെ നീ ഈ വഴിയൊന്ന് തിരഞ്ഞെടുക്കേണ്ട. നിനക്ക് ഏറ്റവും നല്ല വഴി, നിനക്ക് ഉയർച്ചയ്ക്കുള്ള ഏറ്റവും നല്ല വഴി നീ ഫിഖ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ദീൻ പഠിക്കുക, അറിവ് നേടുക എന്നുള്ളതാണ്. അത് നീ നേടിയെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പത്തിൽ മറ്റൊരിടത്തേക്ക് ചിന്ത പോയ, ആഗ്രഹം പോയ തൻ്റെ മകനെ ദീനിയായ അറിവിലേക്ക് വളരെ ഹിക്മത്തോടെ ഇമാം മാലിക് റഹിമഹുള്ളയുടെ ഉമ്മ തിരിച്ചുവിട്ടതിന്റെ ഫലമായി ലോകത്തിന് ഹദീസിന്റെ വിഷയത്തിൽ, ഫിഖഹിന്റെ വിഷയത്തിൽ വലിയൊരു സംഭാവന ഈ ഉമ്മാക്ക് തന്റെ മകനിലൂടെ, ഇമാം മാലിക്കിലൂടെ നൽകാൻ സാധിച്ചു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മക്കളെ നമുക്ക് ഇരുലോകത്തും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ ദീനിന്റെ അറിവ് നേടിയവരായ, അതിനെ പ്രാവർത്തിക തലത്തിലും സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന നല്ലവരായ നിലയിൽ കബൂലാക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.